ക്ലോസറ്റ്, വാഷ് ബേസിൻ, ഷവർ എല്ലാം അടക്കമാണ് 20 ഐറ്റം ചേർന്നിട്ട് 2900 ചെയ്യാൻ പറ്റും. അതിന്റെ ഷവേഴ്സും ഇതെല്ലാം ഇവിടെ ലൈവായിട്ട് മഞ്ഞ് പോലെ വരുന്നത് മിസ്റ്റ് പോലെ ഉണ്ടല്ലോ. അതുപോലെ റെയിൻ ഷവറും ഓപ്ഷനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ടച്ച് ആണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഡൈവേർട്ടർ വരുന്ന ടച്ച് സെൻസിറ്റീവ് ആണ്. ലൈവായിട്ട് ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ഒരു ബാത്തബിന്റെ സൈസേ ഉള്ളൂ. ഈ സെയിം ഇത് ബാത്തബിലും കിട്ടും കേട്ടോ. ഇതിങ്ങനെ മൊഡ്യൂളായിട്ട് കിട്ടുന്നത് നമുക്ക് നേരെ കൊണ്ട് എവിടെ വേണേലും പൊസിഷൻ ചെയ്ത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ ഇൻസ്റ്റലേഷനോ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. പഴയ STD ബൂത്ത് പോലെ അല്ലേ? മാജിക് കാർവിംഗ് എന്ന് പറഞ്ഞൊരു ഡിസൈനാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്ന് പ്ലെയിൻ ടൈലാ, പക്ഷെ അടുത്ത് വരുമ്പോഴാണ് ഇതിലെ പ്രിന്റ് വിസിബിൾ ആവുന്നത്. ബഡ്ജറ്റ് റേഞ്ച് ആണെങ്കിലും നമുക്ക് സെക്കൻഡ്സോ സ്റ്റാൻഡേർഡോ അങ്ങനത്തെ യാതൊരു എല്ലാം പ്രീമിയം തന്നെയാണ്. ഉള്ളി തിങ് അൺബ്രാൻഡഡ് ആയിട്ട് വരുന്ന കുറേ ഓപ്ഷൻസ് ആണ്. അതിലൊരു 100 ഡിസൈനിൽ കുറയാതെ നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട്. അതെ, ഇപ്പൊ ഈ ടോയ്ലറ്റ് പോലുള്ള ഏരിയകളിൽ പ്രായമായിട്ടുള്ള ആളുകൾ തെന്നി വീഴുന്ന അപകടങ്ങളെ പറ്റി നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ മുട്ടിഞ്ഞ ഗ്രിപ്പാ. ഒന്ന് നടന്നു നോക്കിയാലേ അത് ശരിക്കും മനസ്സിലാവും. ധൈര്യമായിട്ട് നടക്കാന്നുള്ളതാണ്. ഇത് ആർട്ട് ആൻഡ് സർഫസ് ആണ്. അത് 10 ഡിഗ്രി സ്ലോപ്പ് റാമ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈലാണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചേർത്തലയില്, അതായത് നമ്മളെ വീട് പണി രംഗത്ത് ഒക്കെ ഈ മെറ്റീരിയലുകൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് നടന്നു മടുക്കുന്നത് ഇങ്ങനെയുള്ള ഈ സെലക്ഷന് വേണ്ടിയിട്ടാണ്. സ്ഥിരമായിട്ട് മെറ്റീരിയലൊക്കെ നോക്കി വാങ്ങുന്നവർക്കറിയാം ഏത് മോഡൽ ഔട്ടായി ഏത് മോഡൽ ഇന്നായി എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത്ര മനോഹരമായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നടത്തുന്ന ഒരു ഒന്നാം തര സ്ഥാപനത്തിലാണ് നമ്മളുള്ളത്. അതായത് ചാരങ്കാട് സെറാമിക്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് അവരുടെ ഷോപ്പിലാണുള്ളത്. ഇവിടുത്തെ സ്റ്റുഡിയോ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ശരിക്കും പ്രീമിയം ആണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എല്ലാം ഉണ്ട്. അതെല്ലാം സ്റ്റുഡിയോ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വെൽ അറേഞ്ച്ഡ് ആയിട്ടുണ്ട്. ഓരോ ബ്രാൻഡുകൾക്കും ഓരോ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആനന്ദ്രാജ്. ബ്രോ നമസ്കാരം. കൊച്ചു മുതലാളിയാണ് ഇവിടുത്തെ ചാരങ്കാട് സെറാമിക്സ് ആൻഡ് ഗ്രാനൈറ്റ്സ്. നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആണല്ലേ? അതെ അതെ, ഞങ്ങൾ ഭാരത് ഏജൻസീസ് എന്ന് പറഞ്ഞാണ് പേരന്റ് ഫേം. അത് 61 എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ 1 ഇയർ ആവുന്നുള്ളൂ പുതിയ ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട്. ചേർത്തലക്കാർക്ക് സുപരിചിതമായിട്ടുള്ള സ്ഥാപനമായിരിക്കും. ഇപ്പൊ എന്തായാലും നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. ഇപ്പം വന്നതിൽ സന്തോഷം. ഇവിടെ ഓഫർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം കോംബോ ഓഫേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരുപാട് അലയേണ്ടി വരില്ല. വളരെ ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമാവും അല്ലേ? അതെ, നമ്മൾ പല കാറ്റഗറി, അതായത് ഏരിയ വൈസ് ആണ്, ഒരു വീടിന്റെ ഏരിയ വൈസ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ആക്കി വെച്ചത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 1 ഇയറിലെ ഒരു ഡേറ്റ അനാലിസിസിന്റെ ബേസിസ് തന്നെയാണ് ചെയ്തത്. ഒരു 600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സാധാരണ വീട് 1000, 2000, 3000 ഈ ഒരു അളവിലാണ് നമ്മൾ ബൈഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ടൈൽസ് മാത്രമല്ല അതിന്റെ ബാത്റൂം സെറ്റും കൂടെ ചേർത്തിട്ട് ഒരു ടോട്ടൽ പാക്കേജിന്റെ റേറ്റ് ആണ് നമ്മളൊരു 600 സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ ആണെങ്കിൽ 52,000 രൂപ എന്നുള്ളത് 43,000. എങ്ങനെ കൂട്ടിയാലും കുറച്ചാലും മതിയെന്നോ ഇല്ലേ? അതായത് ഇതൊരു ഏറ്റവും ലോവസ്റ്റോ ഏറ്റവും ഹയസ്റ്റോ അല്ല, റിയൽ ആയിട്ട് എടുത്തു വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും വരിക. കസ്റ്റമർ ഇഷ്ടമുള്ള പോലെ കുറച്ചും കൂട്ടി എടുക്കുക. ഇറ്റ്സ് നോട്ട് ദ ലോവസ്റ്റ്. ഇതിലും കുറഞ്ഞ സാധനം നമ്മുടെ കടയിൽ തന്നെയുണ്ട്. പക്ഷെ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സെലക്ഷൻ ഒരുപാട് കൊടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ചാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈവൻ ഇതിലിപ്പോൾ ഈ ബ്രാൻഡഡ് ഇതിലേക്ക് വരുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ ജോൺസൺ, കജേറിയ, സിംപോളോ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ബ്രാൻഡ്സ്. സാനിറ്ററി വെയർ, പാരിവെയർ, ജാഗ്വർ, സെറ അങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്നതിൻ്റെയും നമ്മൾ ഇട്ടിട്ടുണ്ട്. റാദർ ദാൻ ഒരു സ്ക്വയർ ഫീറ്റിന്റെ വില പറഞ്ഞാൽ ഇപ്പോൾ ഒരു 50 രൂപ എന്ന് പറയുമ്പോൾ 50 രൂപയുടെ ടൈല് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ ജനറലി പറ്റില്ല. ഇപ്പം നമുക്ക് എന്താ ഫോർ എക്സാമ്പിൾ സിറ്റ് ഔട്ട് ചെയ്യുന്ന ടൈല്, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ വോള്, അല്ലെങ്കിൽ കിച്ചൺ സ്ലാബ്, ഇതെല്ലാം പ്രൈസ് വേരിയേഷൻ ഉള്ളത്. അതെല്ലാം ഇൻക്ലൂസീവ് ആയിട്ടാണ് പറയുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് ആയിക്കോട്ടെ, അതിനൊക്കെ എന്ത് ടൈല് വേണോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് വേണോ അത് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഈ വരുന്നത്. ഒന്നും മിസ്സാവത്തില്ല, എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു എന്താ സ്റ്റെയർ കേസിൻ്റെ ടൈലോട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം കിച്ചൺ വോള്, കിച്ചൺ സ്ലാബ്, ഗ്രാനൈറ്റ്, സിറ്റ് ഔട്ടിൻ്റെ ആണെങ്കിൽ ബോർഡേഴ്സ്, സ്റ്റെപ്പ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ ഫിക്സഡ് തിങ്. ഇത് തന്നെ എടുക്കണം അങ്ങനെയൊന്നുമില്ല. ഈ കടയിൽ ഏത് സാധനം മിക്സ് ആൻഡ് മാച്ച് ചെയ്തും എടുക്കാം. ഏറെക്കുറെ ഈ റേറ്റ് ആയിരിക്കും. അതായത് നമുക്ക് 3000 സ്ക്വയർ ഫീറ്റുള്ള വീടിന്റെ ഒരു ഏകദേശ ധാരണ കിട്ടുന്ന മെറ്റീരിയൽസിനുള്ള രൂപ ഓഫർ പ്രൈസ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അടുത്ത കാലങ്ങളായിട്ട് ജനപ്രിയ ബ്രാൻഡായി മാറിയിട്ടുള്ള സിംബോളോന്റെ സ്റ്റുഡിയോ ആണ് നമ്മൾ കാണിക്കാൻ നമുക്ക് ആദ്യം സിംബോളോന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഡിസൈൻ വൈസ് ഇന്ന് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് സിംബോളോ പൊതുവെ ചെയ്യുന്നത്. അത് ബീറ്റ് ഇൻ എനി സൈസ്, നമുക്ക് പ്രൈസ് റേഞ്ച് നോക്കിയാലും ഈ ഏതൊരു നോർമൽ ബ്രാൻഡിന്റെ റേഞ്ച് തൊട്ട് ഹൈ എൻഡ് വരെ ഇവർക്കുണ്ട്. പല സൈസിലായിട്ട് ഇപ്പൊ ടൈനി ടൈൽ എന്ന് പറഞ്ഞ് വരുന്ന കാറ്റഗറിയുള്ള ചെറിയ ടൈൽസ് ആണ്, മൊറോക്കൻ ഡിസൈൻസിലുള്ള അങ്ങനത്തെ ഇത് തൊട്ട് നോർമൽ 4x2 6x4 എല്ലാം. പിന്നെ അതേപോലെ കുറേ മൾട്ടിപ്പിൾ ഫിനിഷസ് ഇവർക്കുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇങ്ങനെ കാർപ്പറ്റ് ടൈൽസ് എന്ന് പറഞ്ഞ് അതുപോലെ ഒരുപാട് കളർ ഓപ്ഷൻസിലും ഒക്കെ കിട്ടും. 9x4 വരെയാണ് നോർമലി പോകുന്നത്, അതിലും വലിയ സൈസ് ഉണ്ട്. ഫ്ലോർ ടൈൽസ് ആണ് ഈ വരുന്നത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിന്റെ ഫിനിഷ് തന്നെ ഡിഫറെന്റ് ആണ്. ഫെദർ ടച്ച് എന്ന് പറഞ്ഞൊരു ഫിനിഷിലാണ് ഇത് വരുന്നത്. ടച്ച് ആൻഡ് ഫീൽ ചെയ്താലേ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കസ്റ്റമറിന് ഇതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു, ഇതിന്റെ മൾട്ടിപ്പിൾ ഫിനിഷിൽ കിട്ടും. ഇത് ഗ്ലോസി, അത് കുറച്ചുകൂടെ മാറ്റ് ആയിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല മൾട്ടിപ്പിൾ സൈസിലും കിട്ടും. ഇതിപ്പോ നമ്മൾ കാണുന്ന 6x4, അതിന്റെ തൊട്ട് താഴെ സൈഡിൽ 160/80, ഏറ്റവും ചെറിയ സൈസ് 4x2. അപ്പൊ ഒരേ ടൈല് തന്നെ 3 ഫിനിഷിലും 3 സൈസിലും അവൈലബിൾ ആണ്. അതാണ് സിംബോളോടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഡിസൈനിന്റെ ഒരു രീതി ആയാലും ഇറ്റ്സ് നോട്ട് സംതിങ് നമ്മൾ മറ്റു ബ്രാൻഡിൽ ഇത് കാണില്ല ഇങ്ങനത്തെ ഡിസൈൻ. അതെ, ഇപ്പൊ ഇങ്ങനെയുള്ള ഡിസൈനിലെ ആ ഫീച്ചർ മനസ്സിലാക്കാനാണ് നമ്മൾ മോക്കപ്പുകൾ വളരെ കാര്യമായിട്ട് ചെയ്യുന്നത്. വീട്ടിൽ ചെയ്താൽ കറക്റ്റ് ബാത്റൂമിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഗ്രേ ടോണിലുള്ള ടെക്സ്ചേർഡ് ആയിട്ടുള്ള ടൈല് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു മോക്കപ്പാണ്. അത് തന്നെ നോർമൽ ഫ്ലോർ ടൈലായിട്ട് വന്നിരിക്കുന്നു. ഇവിടെ കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നതും സെയിം ടൈല് വെച്ച് തന്നെ. വാഷ് ബേസിൻ നമ്മൾ ചെയ്തിരിക്കുന്നതും അത് വെച്ച് തന്നെയാണ്. 15 mm തിക്നെസ് ഉള്ള സ്ലാബ്സ് ആണ്. അതിന്റെ ഫുൾ സൈസ് ഇതാണ് വരുന്നത്. അതിന്റെ കട്ട് പീസ് കൂടുതലും പോകുന്നത് ആ ടോപ്പിലെ ഫോട്ടോയിലാണ്. കിച്ചൺ കൗണ്ടർ ടോപ്സ് അങ്ങനത്തെ ഏരിയയിലൊക്കെ കൊടുക്കാൻ പറ്റിയ കുറെ ഓപ്ഷൻസ് ഇവർക്കുണ്ട്. 15 mm നല്ല തിക്നെസ് ഉണ്ട്. 15 mm. ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് സ്റ്റെയിൻ ഫ്രീ ആണ്. നിങ്ങൾ മഞ്ഞൾ വീണാലും എന്ത് കറയുള്ള ഐറ്റം വീണാലും ഇതിൽ അബ്സോർബ് ചെയ്യാൻ. ഇത് വിട്രിഫൈഡ് ടൈല് തന്നെയാണ്, അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ വൈറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻ ആണ്. മുഷിയെന്നുള്ള പേടി കൊണ്ട് എടുക്കാണ്ടിരിക്കണ്ട, ഒരു കുഴപ്പമില്ല. അത് തന്നെ ഗ്ലോസിയിലും മാറ്റിലും കിട്ടും. രണ്ട് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ്. മാറ്റ് എടുത്താലും അതെ, ഗ്ലോസി എടുത്താലും അതെ. അകലെ നോക്കുമ്പോൾ മനസ്സിലാവില്ല ഇത് ഗ്ലോസി ആണ്, ഇത് മാറ്റാണ് കേട്ടോ. അതിന്റെ ഒരു മോക്കപ്പാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അടുക്കള. ഇവർ ഈ സ്റ്റുഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, ഇവിടെ വെച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ കൊടുത്ത് പ്രാധാന്യത്തോടുകൂടി വെച്ചിരിക്കുക. അതെ അതെ അതെ. കുറേ മെറ്റീരിയൽ നമ്മളിങ്ങനെ കൂമ്പാരമാക്കി വെക്കാതെ കൃത്യമായിട്ടുള്ള സ്പേസ്, അത് മാത്രമല്ല കറക്റ്റ് ഇന്റർവെൽസിൽ നമ്മൾ ഇത് അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോ പണിത് കജേരിയ ഹാസ് 1000 പ്രോഡക്ട്സ്. എല്ലാം എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ഒന്നും ആയിരിക്കില്ല. ഒരു മാക്സിമം 6 months അതിന്റെ ഇടയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ വേറൊരു ഹൈലൈറ്റ്. ഇത് കജേറിയുടെ ഷോറൂമാണ്. കജേറിയ ഓൾമോസ്റ്റ് ഒരു 6000 സ്ക്വയർ ഫീറ്റിന് അടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കജേറിക്ക് വേണ്ടി മാത്രം. ഇത് ഫുള്ളി കജേറിയാണ്. കജേറിയുടെ എല്ലാ ഡിവിഷനും ഉണ്ട്. കജേറിയ നമ്മൾ പറയുമ്പോൾ കജേറിയ എറ്റേണിറ്റി വരുന്നുണ്ട്, കജേറിയുടെ ഗ്രസ് എന്ന ഡിവിഷൻ വരുന്നുണ്ട്, കജേറിയ ഇൻഫിനിറ്റി ഉണ്ട്, കജേറിയ വിട്രോ ഉണ്ട്. ഈ 4 കാറ്റഗറി ചേരുന്നതാണ് നമ്മൾ ഈ കേൾക്കുന്ന കജേറിയ എന്ന് പറയുന്ന ബ്രാൻഡ്. 4 ബ്രാൻഡും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഗ്ലോസി, മാറ്റ്, പല ഫിനിഷിലുണ്ട്. അപ്പൊ ഇതും ഈ നമ്മൾ നേരത്തെ സജസ്റ്റ് ചെയ്ത പോലെ ഈ സെയിം ടൈല് നമുക്ക് 3 സൈസിൽ കിട്ടും. ഇത് അതിന്റെ 6x4 ആണ്. ഇതിന്റെ താഴെ 160/80, 4x2 ഈ 2 സൈസും ഉണ്ട്. കസ്റ്റമറിന് എങ്ങനെ വേണേ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മളിങ്ങനെ മോക്കപ്സ് ഒരു വീടിന്റെ ഒരു കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്. ലിവിംഗ് റൂമിന്റെയും ബെഡ്റൂം, കിച്ചൺ അങ്ങനെ ആയിട്ട് ഒരു മോക്കപ്പ് ടൈലിൽ ചെയ്തിരിക്കുകയാണത്. അത് ഇപ്പൊ നമ്മുടെ ലിവിംഗ് സ്പേസ് ആണെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബെഡ്റൂമാണ്. ബെഡ്റൂമുണ്ട്. ആ ബെഡിന്റെ ആ കോട്ട് സ്പേസിന്റെ തീം വരെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുണ്ട്. ഇങ്ങനെ കണ്ടാലേ നമുക്ക് നമ്മുടെ ബെഡ്റൂം എങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ കിട്ടുള്ളൂ. വാഷ്റൂം യൂണിറ്റിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത മോക്കപ്സ് അല്ലെങ്കിലും ഒരുപാട് മോക്കപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ട്രോപ്പിക്കൽ ഡിസൈനിൽ വരുന്നതാണ്. അതല്ലാതെ പ്ലെയിൻ മാറ്റ് അങ്ങനത്തെ നോർമൽ ഇതിൽ വേണ്ടവർക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ജാഗ്വാറിന്റെ സ്റ്റുഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സീരീസ് ആണ്. അതിന്റെ ഷവേഴ്സും ഇതെല്ലാം ഇവിടെ ലൈവായിട്ട് മഞ്ഞ് പോലെ വരുന്നത്, മിസ്റ്റ് പോലെ ഉണ്ടല്ലോ. ഇത് മിസ് ഫംഗ്ഷൻ ആണ്. അതുപോലെ റെയിൻ ഷവറും ഓപ്ഷനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓൺ ചെയ്ത് മൾട്ടിപ്പിൾ ഫ്ലോയിൽ വരുന്ന ഒരു ഷവറാണത്. മൂടനുസരിച്ച് കുളിക്കാം അല്ലേ? അതെ അതെ. ടച്ച് ആണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഡൈവേർട്ടർ വരുന്ന ടച്ച് സെൻസിറ്റീവ് ആണ്. നീ ഇവിടുന്ന് ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ നീണ്ടു കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ തോന്നില്ല. ഇല്ല, ഓപ്ഷൻസ് എല്ലാം ജാഗ്വാറിൽ എന്തുണ്ടോ
അത് ഇതിൻ്റെ അകത്ത് ഫുൾ ഡിസ്പ്ലേഡ് ആണ്. ഈവൻ ഇപ്പൊ ഇത് ഒരു പാനലാണ്. ഇത് ഇപ്പൊ എല്ലാവരും ഒരു ഷേപ്പ് വൈസ് ആയിരിക്കും ബാത്റൂം ചെയ്യുക. ഇപ്പൊ ഇത് ക്യൂബിക്സ് എന്ന് പറഞ്ഞ ഒരു സീരീസിൽ വരുന്നതാണ്. ഇതിലെല്ലാം സ്ക്വയർ ഷേപ്ഡ് ആയിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടാപ്സിന്റെ ഹെഡ് ആയാലും ഡൈവേർട്ടേഴ്സിന്റെ നോബ്, നമ്മുടെ സ്പൗട്ട്, ഹാൻഡ് ഷവർ, റെയിൻ ഷവർ, ഇതെല്ലാം സ്ക്വയർ തീമിലാണ് വരിക. കൂടാതെ ഇപ്പൊ ഈ നോർമൽ ക്രോം എന്ന് പറഞ്ഞാൽ സിൽവർ കളറാണ് പണ്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് പകരം കളേർഡ് ഫിനിഷസ് കസ്റ്റമേഴ്സ് കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതെ, എല്ലാ കളേഴ്സും ഇവിടെ ഡിസ്പ്ലേഡ് ആണ്. ഇപ്പൊ ഈ ഒരു ഇത് തന്നെ നമുക്ക് ഇപ്പൊ ആ കളർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടും, പല കളേഴ്സും. ഇതിന് നമ്മൾ ജാഗ്വാറിലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ കോംബോ പാക്കേജസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബാത്റൂമിലേക്കുള്ള സാനിറ്ററി, ക്ലോസറ്റ്, വാഷ് ബേസിൻ, ഷവർ എല്ലാം അടക്കമാണ് 20 ഐറ്റം ചേർന്നിട്ട് 2900 ചെയ്യാൻ പറ്റും. അത് തന്നെ കുറച്ചും കൂടെ പ്രീമിയം ആണ്. നമുക്ക് സിംഗിൾ പീസ് ക്ലോസറ്റ് അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ 35,900 ചെയ്യാം. ഇത് തന്നെ കുറച്ചും കൂടെ ഒരു ലക്ഷറിയസ് ആയിട്ട് രീതിയിൽ, അതായത് ക്ലോസറ്റും ഇതെല്ലാം വെച്ചിട്ടുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ 45,900. ഇങ്ങനെ 3 സ്ലാബിൽ നമ്മൾ ജാഗ്വാറി മാത്രം കോമ്പോസ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു സെറ്റ് വെച്ചിരിക്കുന്നതാണ്. കസ്റ്റമർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിൽ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജാഗ്വാറിന്റെ പ്രോഡക്ട്സ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉണ്ട് ജാഗ്വാറിന്റെ തന്നെ വേൾപൂൾ സെറ്റപ്പ്. ഇതിവിടെ പ്രസ് ചെയ്യാം. നല്ല രസമായിരിക്കും. ലൈവായിട്ട് ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ഒരു ബാട്ടപ്പിന്റെ സൈസേ ഉള്ളൂ. ഈ സെയിം ഇത് ബാട്ടപ്പിലും കിട്ടും കേട്ടോ. വേൾപൂൾ അല്ലാതെ ഈ സെയിം ഷേപ്പിലുള്ള ബാട്ടപ്പ് ഇവർക്കുണ്ട്. അതില് 2 ഓപ്ഷനിൽ അവർ കൊടുക്കും. ഇതും അത് തന്നെയാണോ വരുന്നത്? അതെ അതെ, വേറൊരു മോഡലാന്നേ ഉള്ളൂ, കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള. അതെ അതെ. നമുക്ക് സ്പേസ് ഇല്ല, കോമ്പാക്ട് ആയിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അല്ലേ അതെടുക്കാം. അതെ, ഇതിന്റെ 4 സീറ്റർ വരെ കിട്ടും. 4 സീറ്റർ ബാട്ടപ്പ് വേൾപൂൾ വരെ ഇവർക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. സോന ഇതിങ്ങനെ മൊഡ്യൂളായിട്ട് കിട്ടുന്നത് നമുക്ക് നേരെ കൊണ്ട് എവിടെ വേണേലും പൊസിഷൻ ചെയ്ത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ ഇൻസ്റ്റലേഷനോ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല. പഴയ STD ബൂത്ത് പോലെ അല്ലേ, എവിടെയെങ്കിലും കൊണ്ട് വെക്കാം. അതെ, ഇതാണ് സോന. ജോൺസൺ ചേട്ടന്റെ. അതെ, ഇത് ജോൺസൺ എന്ന് പറഞ്ഞ അടുത്ത കജേറിയെ പോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടൊരു ബ്രാൻഡാണ് ജോൺസൺ. അതിന്റെ ഒരു ഡിവിഷൻ സ്റ്റുഡിയോ, ഇങ്ങനത്തെ 3 ഡിവിഷൻ സ്റ്റുഡിയോ നമുക്കുണ്ട്. അത് ഇത് ഇപ്പൊ ഡിസൈൻസ് തന്നെ നോക്കിയാൽ അറിയാം. കജേറിയിൽ നമ്മൾ നല്ല സിംബോള് നമ്മൾ കണ്ട ഒരു ഡിസൈൻ ലാംഗ്വേജ് അല്ല ഇവരുടെ വരുന്നത്, കുറച്ചൊരു ഡിഫറെന്റ് ആണ്. അതിന്റെ ഒരുപാട് കളക്ഷൻസും മോക്കപ്സും ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറെ കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 റേഞ്ചിലും ഉണ്ട്. ആ റേഞ്ചിലുള്ളതുണ്ട്, അതിന്റെ താഴെയുള്ളതും ജോൺസണിലുണ്ട്. പിന്നെ അവർക്ക് കുറെ നല്ല ഫിനിഷസ് ജോൺസണുണ്ട്. മാജിക് കാർവിംഗ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ ആണ്. അതായത് കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്ന് പ്ലെയിൻ ടൈലാ, പക്ഷെ അടുത്ത് വരുമ്പോഴാണ് ഇതിലെ പ്രിന്റ് വിസിബിൾ ആവുന്നത്. ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. ചില ഒരു ആംഗിളിൽ ലൈറ്റ് അടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതെ അതെ, സിൽക്ക് മോഡലൊക്കെ വരുന്നു. ഇത് നോർമൽ ഒരു ബാത്റൂമില് ആ ഒരു ചെറിയൊരു ഇൻക്ലൂഷൻ കൊണ്ടുവരുമ്പോഴാണ് അതിന് ഒരു എന്താ പറയാ ഡിഫറെന്റ് ലുക്ക് ഫീൽ ആവുന്നത്. ഇതിപ്പോ എല്ലാ കമ്പനിക്കും ഉള്ള ഒരു ഡിസൈൻ ആണെന്ന് വെക്കാം. അതിലൊരു ചെറിയ പോർഷൻ നമ്മളൊരു ഹൈലൈറ്റ് വാൾ മാത്രം ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാത്റൂമിൽ എന്ത് ഡിഫറൻസ് വരും എന്നുള്ളത് നമുക്കപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതൊരു എക്സാമ്പിൾ പറയുന്നത് സിമേറി എന്ന് പറഞ്ഞ ജോൺസന്റെ ഒരു സീരീസ് ആണ്. ഇത് ഇത്രയും പ്ലെയിൻ കളേഴ്സിൽ അവൈലബിൾ ആണ്. സെയിം സാധനമാണ്, മാറ്റും ഗ്ലോസിയും കിടക്കുന്നത്. താഴെ മാറ്റ്, മേളിലായിട്ട് ഗ്ലോസി. അതെ, ഇപ്പോൾ ഒരു ഫ്ലോറിംഗ് ആയിട്ട് പോകാറുണ്ട്. അതുപോലെ ബാത്റൂം കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്. അതിന്റെ ഒരു പാലറ്റ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത്രയും കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, ഇവിടെ ഗ്ലോസി ആയിട്ടുള്ള ടൈല്, താഴെ മാറ്റ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈല് വരുന്നു. അതിലൊരു ഹൈലൈറ്റർ കൊടുത്തിരിക്കുന്നതാണ്, കോൺട്രാസ്റ്റിംഗ് കളറിലെ. കണ്ടോ കൗണ്ടർ ടോപ്പ്. നമ്മുടെ ഈ ടൈൽസിന്റെ എല്ലാം ഒരു ചെറിയ കട്ട് പീസാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിന് ഒരു ചെറിയൊരു കോമ്പിനേഷൻ അവർക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഈ ചെറിയ പീസസ് വെച്ച് തന്നെ കോമ്പിനേഷൻസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഡിസൈനേഴ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു യുണീക്ക് ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കുക. അതെ അതെ അതെ, വാൾ ഇങ്ങനെ ആയിരിക്കണം, ഫ്ലോർ ഇങ്ങനെ ആയിരിക്കണം, ഐഡിയ കിട്ടുമല്ലോ. അതെ, ഇത് ഞാൻ പറഞ്ഞില്ല, ജോൺസന് പല ഡിവിഷൻസ് ഉണ്ട്. അതിലൊരു ഡിവിഷനാണ് പോസ്ലാനോ എന്ന് പറയുന്നത്. അതായത് ഗ്ലോസിയിൽ തന്നെ ക്രിസ്റ്റലൈൻ ഒരു ഫിനിഷ് ഉള്ളൊരു ടച്ച് ഫീൽ കിട്ടുന്ന രീതിയിൽ. അതെ അതെ, ലൈറ്റ് വീഴുമ്പോൾ ഗ്ലിറ്റർ ചെയ്യും. ഗ്ലോസിയിൽ ഒരു കാർവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാർവ് ചെയ്തുള്ള മോഡലാണ്. നമ്മൾ ഫസ്റ്റ് അപ്ഡേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ
ചലഞ്ച് ഇതില്. ഇനിയിപ്പോ ഒരു 4 മാസം കഴിഞ്ഞ് വന്നപ്പോ നമ്മള് അന്നാക്കേണ്ട സംഭവം അതൊക്കെ തൂക്കി വേറെ സംഭവം വന്ന് അതിന് പകരം മൂടിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ചൊരു മിഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ടൈലുകൾ. അതെ, അതിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതായത് ബഡ്ജറ്റ് റേഞ്ച് ആണെങ്കിലും നമുക്ക് സെക്കൻഡ്സോ സ്റ്റാൻഡേർഡോ അങ്ങനത്തെ യാതൊരു എല്ലാം പ്രീമിയം തന്നെയാണ്. ഉള്ളി തിങ് അൺബ്രാൻഡഡ് ആയിട്ട് വരുന്ന കുറേ ഓപ്ഷൻസ് ആണ്. അതിലൊരു 100 ഡിസൈനിൽ കുറയാതെ നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട്. അതെ, ഗ്രാനൈറ്റിന് പകരം യൂസ് ചെയ്യാവുന്ന സ്ലാബ്സ് ആണ്. 15 mm തിക്നെസ് ഉള്ള കജേറിയുടെ സ്ലാബ്സ് ആണിത്. അപ്പൊ ഇപ്പൊ കൂടുതലും ഈ ഇൻസൈഡ് കിച്ചണിലൊക്കെ ആൾക്കാർ വൈറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. വൈറ്റിൽ ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ ഇങ്ങനത്തെ സ്ലാബ്സ് ആണ്. കോസ്റ്റ് വൈസും ഒരു വർഷം പിടിക്കില്ല, വിട്രിഫൈഡ് ആണ്, 100% വിട്രിഫൈഡ് ആണ്. ആളുകൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു ടൈൽ സെക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു മോഡലാണ് ഈ ആത്തംകുടി ടൈലുകൾ നമ്മൾ. പക്ഷേ അത് കിട്ടാന്ന് പറഞ്ഞാൽ വളരെ പ്രീമിയം ആയതുകൊണ്ടും അത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടും പോയി എടുക്കുന്ന വലിയ പാടായിരിക്കും. പക്ഷേ ആത്തംകുടി ഫിനിഷിലുള്ള ടൈലുകൾ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. പക്ക ആത്തംകുടി സ്റ്റൈലിൽ വരുന്ന ടൈലുകളാണ്, കാണാനും നല്ല ചന്തമുണ്ട്. ഒരു ട്രഡീഷണൽ സ്റ്റൈല് വീടോ അല്ലെങ്കിൽ ഒരു കണ്ടംപററി മിക്സ് ആയിട്ടുള്ള വീടുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഫ്ലോറിംഗ് സൊല്യൂഷൻ ആണ് നമ്മുടെ ആത്തംകുടി ടൈലുകൾ. പഴയ കാവി പുറച്ച തറയോടുകൾ എന്നൊക്കെ പറയില്ലേ, പഴയ ഫ്ലോർ ടൈലുകൾ, ആ മോഡലുള്ളത്. ഇത് കോട്ട്സിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് കൗണ്ടർ ടോപ്സിനെല്ലാം ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രീമിയം ഒരു ഫിനിഷസ് ആണ് ഈ കോട്ട്സിൽ വരുന്നത്. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഗ്ലിറ്റർ ഉള്ള മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല കളക്ഷൻസ് കോട്ട്സിലായിരിക്കും കിട്ടുക. അങ്ങനെ അവസാനം നമ്മൾ പാരി വെയറിന്റെ സെഗ്മെന്റിൽ എത്തിയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ പാരി വെയറിനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ജാഗ്വാറായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രൈസ് റേഞ്ചിൽ താഴെ നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ്. സെയിം ഫിനിഷും ക്വാളിറ്റിയും എല്ലാം ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ വീടുകളിൽ ഈ ടൈല് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഈ ടോയ്ലറ്റ് പോലുള്ള ഏരിയകളിൽ പ്രായമായിട്ടുള്ള ആളുകൾ തെന്നി വീഴുന്ന അപകടങ്ങളെ പറ്റി നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഗ്രിപ്പുള്ള ടൈലുകൾ, മാറ്റ് ഫിനിഷിലുള്ള ടൈലുകൾ കണ്ടു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പതിവിലും കണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഗ്രിപ്പുള്ള, കണ്ടാൽ സാധാരണ ലെവലിൽ തോന്നുന്ന ഒരു മാറ്റ് ഫിനിഷ് ടൈല്, അതെന്ന് പറഞ്ഞാൽ മുട്ടിഞ്ഞ ഗ്രിപ്പാ. ഒന്ന് നടന്നു നോക്കിയാലേ അത് ശരിക്കും മനസ്സിലാവും. ധൈര്യമായിട്ട് നടക്കാന്നുള്ളതാണ്. ഇതെന്താണ് ഈ ടൈലിന്റെ പേര്? ജോൺസൺ എൻഡ്യൂറ ഡിവിഷനിൽ വരുന്ന മാക്സ് ഗ്രിപ്പ് എന്ന് പറഞ്ഞ സീരീസിലെ ടൈൽസ് ആണ്. ഇത് ആർട്ട് ആൻഡ് സർഫസ് ആണ്. അതായത് 10 ഡിഗ്രി സ്ലോപ്പ് റാമ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈലാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത് ബാത്റൂം, പ്രത്യേകിച്ച് റെനോവേഷൻ ഫ്ലോറിങ്ങിൽ ഒരുപാട് പോകുന്നുണ്ട്. മിക്കവരും ഇവരുടെ എൽഡർലി ആയ പേരൻസ് ബാത്റൂമിൽ തെന്നി വീണു എന്ന് മിക്കവാറും സംഭവിക്കും. നമ്മൾ ഗ്രിപ്പുള്ളൊരു ടൈൽ എടുക്കും, പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടി വെള്ളവും എണ്ണയും വീഴുമ്പോൾ മാറും. അതെ, സാധാരണ നോർമൽ. ഇതിന്റെ സർഫസ് ഇങ്ങനെയാണ്. ഇത് ഈ സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് നോർമൽ ടൈലിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ സ്റ്റിൽ ഒരു ബാത്റൂമിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞ ഒരു 40 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒരു വീട്ടിൽ ശരാശരി മാക്സിമം വരുള്ളൂ. അങ്ങനത്തെ 4 ബാത്റൂം കൂടെ നമ്മൾ എടുത്താൽ പോലും നമുക്ക് അങ്ങനെ വലിയൊരു കോസ്റ്റ് ഡിഫറൻസ് വരില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കളർ ഷെയ്ഡ്സിലും നമുക്കിത് അവൈലബിളും ആണ്. അപ്പോൾ ചാരങ്കാട്ട് സെറാമിക്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് നമ്മൾ ഇറങ്ങുകയാണ്. കളക്ഷൻ എല്ലാം കാണിച്ചു. ഈ കളക്ഷൻ ചിലപ്പോൾ അടുത്ത മാസം വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല, കാരണം വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത്രയും മൂവ്മെന്റ്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയും അപ്ഡേഷൻസ് വരുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ ഈ ഫ്ലോറിംഗ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് സെറാമിക് സൊല്യൂഷൻസ് അല്ലേ? അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സെറാമിക് അല്ലെങ്കിൽ ഗ്രാനൈറ്റ്സ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചാരങ്കാട്ടിൽ വരാമെന്നാണ്. ചേർത്തലയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അല്ലേ? യെസ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഓഫറിനെ പറ്റി മറക്കണം കേട്ടോ. കോംബോ ഓഫറുകളുണ്ട്. നമ്മൾ പറഞ്ഞാൽ 600 സ്ക്വയർ ഫീറ്റ് മുതൽ 3000 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി ഇവിടെ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. കോംബോ ഓഫറാണ്. അത് പ്രത്യേകം നോക്കി വന്നാൽ എളുപ്പമായി, അവർക്ക് എളുപ്പമായി. അതെ, ഏത് പ്രൈസ് കാറ്റഗറി ആണെന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്ത് തന്നെ വരാൻ പറ്റും. ഓക്കെ, അപ്പം നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആണെന്നപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. പൊളിക്കട്ടെ. അപ്പോൾ അടുത്ത ഗെറ്റപ്പിൽ കാണാം. ഓക്കെ, അപ്പോൾ ഒരു ബൈ.